സടകുടഞ്ഞെഴുന്നേറ്റു. നിങ്ങൾ മക്കയിലേക്ക് പോകുമ്പോൾ ജിദ്ദയിൽ നിന്ന് മക്ക വരെ കാറിലോടിയാൽ, മക്കയിൽ നിന്ന് മദീന വരെ ബസ്സിലോടിയാൽ, കാറിലോടിയാൽ അതിന്റെ രണ്ട് പാർശ്വങ്ങളിലും അതാ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു, യാ റസൂലല്ലാഹി അൻത ഹയ്യുൻ ഫീ ഖുലൂബിനാ, യാ നബിയല്ലാഹി അൻത ഹയ്യുൻ ഫീ ഖുലൂബിനാ, യാ നബിയല്ലാഹി أنت حي عندنا في ليلنا ونهارنا ويقظتنا ونومنا. ഓ അല്ലാഹുവിന്റെ ഹബീബ്, ഞങ്ങളെ ഉറക്കത്തിലും ഉണർച്ചയിലും നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ സമയത്തും അവിടെ നിന്ന് ഞങ്ങളെ കൽബിന്റെ ഉള്ളിലുണ്ട് എന്ന് മക്ക മദീനയിൽ, മിസ്രിൽ, ലോകത്തെ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ അതാ വലിയ വണ്ടക്കതരത്തി എഴുതി വെച്ചു പോയി. ഡെൻമാർക്കുകാരൻ ഒറ്റപ്പെട്ടു. അതുകൊണ്ട് ഇസ്ലാമിനെതിരെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും പറഞ്ഞു ഇസ്ലാമെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഇസ്ലാം ഒരിക്കലും തീവ്രവാദമല്ല. ഇവിടെ പറഞ്ഞ മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞു. ഈ പണ്ഡിതന്മാർ നിങ്ങളോട് ഒപ്പിക്കാൻ പറഞ്ഞതല്ല, ലോകത്തെ ഈ ജനലക്ഷങ്ങൾക്കിടയിൽ ലോകത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു, പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഭീകരവാദത്തിന്റെ ഒരു ശബ്ദം ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുമോ? ആൺകുട്ടികൾക്ക് തെളിയിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ തീവ്രവാദത്തിന്റെതല്ല, ഭീകരവാദത്തിന്റെതല്ല, മതസഹിഷ്ണുതയാണ്. മതസഹിഷ്ണുതയാണ്, ധാർമ്മിക ബോധം വളർത്തലാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. അതുകൊണ്ട് മുസ്ലിംകൾ ഇവിടെ ജീവിക്കുന്നത് മറ്റാരെയും ആക്രമിക്കാനല്ല. മുസ്ലിംകൾ പുരോഗമിക്കുന്നതിൽ ആരും അസൂയപ്പെടുകയും വേണ്ട. ഓ, സച്ചാർ കമ്മീഷൻ വന്നു. ഭാഗികമായെങ്കിലും കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും എല്ലാം മുസ്ലിം സമുദായത്തിന് ചില ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, ചില വ്യക്തികൾക്ക് അരിശം കൊള്ളുകയാണ്. എന്താണ് അവർ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. മുസ്ലിംകൾ ഇവിടെ പുരോഗമിച്ചാൽ ലോകം അക്രമമായി പോകും, വിപ്ലവമായി പോകും എന്നുവരെ പറയാൻ മടിക്കാത്ത ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മുസ്ലിം സമുദായം അനധികൃതമായി ഇവിടെ ഒന്നും നേടിയെടുത്തിട്ടില്ല. അതേ സമയത്ത് ഇപ്പോൾ ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും മുമ്പ് ഭരിച്ചവരോടും ഇനി ഭരിക്കാൻ ആരുണ്ടെങ്കിൽ അവരോടും എല്ലാ രാഷ്ട്രീയക്കാരോടും ഞങ്ങൾ താക്കീത് ചെയ്യുന്നു. മുസ്ലിംകൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ ആരായാലും തന്നേ പറ്റൂ, അത് തരിക തന്നെ ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾ നിയമവിധേയമായി നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും ശബ്ദിക്കും. മറിച്ച് നിയമം കയ്യിലെടുക്കുന്ന ഭാവം സുന്നികൾക്കില്ല, മുസ്ലിംകൾക്കില്ല. ഒരിക്കലും ഞങ്ങൾ നിയമം കയ്യിലെടുക്കുകയില്ല. ഞങ്ങൾക്ക് അർഹമായത് ഞങ്ങൾക്ക് ലഭിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ വാദിക്കുന്നത്. അതുകൊണ്ട് സച്ചാർ കമ്മീഷൻ വന്നതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ അരിശം കൊള്ളേണ്ടതില്ല എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്കിവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് സുന്നി ഐക്യത്തിൽ ഒറ്റപ്പെടാം, ഒന്നായി നിൽക്കാം. അതേസമയത്ത് ഇന്ത്യ രാജ്യത്തിന്റെ നന്മക്ക് സുന്നികളും അല്ലാത്തവരും മുസ്ലിംകളും അല്ലാത്തവരും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കാം. നിങ്ങൾ കണ്ടില്ലേ, പണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് എന്തേലും ഒരു മലന്റെ പേര് കാർഗിൽ അല്ലേ? കാർഗിൽ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കാനാ. കാർഗിലിൽ
അങ്ങേയറ്റത്തെ മഞ്ഞിന്റെ കട്ട ഒലിക്കുന്ന ആ ഭാഗത്തേക്ക് ഇന്ത്യ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായി ആദ്യമായി ശബ്ദിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സമസ്ത കേരള സുന്നി യുവജന സംഘവും സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനുമാണ് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ധൈര്യത്തോടുകൂടി പറയാം, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ ഇന്ത്യ രാജ്യക്കാരാണ്. ഇന്ത്യക്കെതിരായി ആര് പറഞ്ഞാലും, ഇന്ത്യക്കെതിരായി ആര് പ്രവർത്തിച്ചാലും ഞങ്ങൾ അത് അനുകൂലിക്കുകയില്ല. ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനോടൊപ്പം, കേരള ഗവൺമെന്റിനോടൊപ്പം, മറ്റ് സ്റ്റേറ്റുകളിലെ ഗവൺമെന്റിനോടൊപ്പം, ഏത് ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിനോടൊപ്പം ഇന്ത്യ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ഞങ്ങൾ നിൽക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അവിടെയാണ് ഇന്ത്യയുള്ള മുഴുവൻ ജനങ്ങളും ഐക്യപ്പെടുന്നത്. അതൈക്യം ഐക്യം തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. അവിടെ ആശയവ്യത്യാസമില്ലാതെ ഇന്ത്യയുടെ സംരക്ഷണത്തിന് വേണ്ടി, ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, നാം ഓരോ സ്റ്റേറ്റിന്റെയും നിലനിൽപ്പിന് വേണ്ടി നാം ഐക്യപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ ആശയപരമായ ഐക്യപ്പെടൽ അത് സുന്നത്ത് ജമാഅത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എന്തുകൊണ്ട് സുന്നിയല്ലാത്തവരോട് ഞങ്ങൾ ഐക്യപ്പെടുന്നില്ലെന്ന് നിങ്ങൾ ആരും ചോദിക്കില്ല. എന്നാലും ചോദിക്കുന്നവർക്ക് മറുപടിയാണ് ഞാൻ 2-3 ഉദ്ധരണികൾ വായിച്ചത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കിയുള്ള മുഴുവൻ ഉദ്ധരണികളും ഉറുദുവിലും മലയാളത്തിലും മറ്റ് ഭാഷയിലും അവരുടെ ഉദ്ധരണികൾ നമ്മുടെ ജില്ലാ സമ്മേളനങ്ങളിൽ വെച്ച് നിങ്ങളെ കേൾപ്പിക്കും. ഇൻഷാ അല്ലാഹ് എണ്ണി അക്കമിട്ട് ഞങ്ങളിവിടെ പറയും. അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ലാതെ ഞങ്ങൾ പറയില്ല. ഇൻഷാ അല്ലാഹ് ധൈര്യമുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഗ്രന്ഥത്തിലില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അവർക്ക് വരാം. അല്ലോ മറ്റേ പാർട്ടിയൊക്കെ തരക്കേടില്ല, തബ്ലീഗ് സംഘം അതിങ്ങനെ നല്ല വിവാദത്തിലേക്ക് ക്ഷണിക്കുന്ന പാർട്ടിയാണല്ലോ എന്ന് പറഞ്ഞ തബ്ലീഗിന്റെതാ ഞാനിപ്പം വായിച്ചത്. അള്ളാന്റെ റസൂലിനെ ഓർക്കാൻ പാടില്ല. പിന്നെ ഏത് മണ്ണാങ്കട്ടയാ ഓർക്കാന്നാ ഞാൻ ചോദിക്കണില്ല. പണ്ടുള്ളവരൊക്കെ ചോദിക്കല്, ഞാനങ്ങനെ ചോദിക്കണില്ല. നമുക്ക് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ലഫ്ള് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ പണ്ട് പലരും അങ്ങനെ ചോദിക്കലുണ്ടല്ലോ, ചോദിക്കാൻ പറ്റിയതാണ്. റസൂലുള്ളാഹി അല്ലാതെ ഈ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ പിന്നെ ആരെയാ ഓർക്കേണ്ടത്? ഓ മഹാനരായ നബിയെ, അവിടുത്തെ അല്ലാഹുവിന്റെ സലാം വർഷിക്കുമാറാവട്ടെ. മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ് റദ്ദല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഞാൻ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് സലാം പറയുമ്പോൾ, അല്ലാത്തപ്പോഴും എനിക്ക് സലാം പറയുമ്പോൾ എന്റെ മേൽ പറയുന്ന എല്ലാ സലാത്തുകളും, ഞാൻ എല്ലാ സലാമുകളും എന്നെ മഹബത്ത് വെച്ചുകൊണ്ട്, എന്റെ പ്രിയം വെച്ചുകൊണ്ട് പറയുന്ന മുഴുവൻ സലാമുകളും ഞാൻ മടക്കും. അല്ലാഹു തആല എനിക്ക് റൂഹിനെ മടക്കി തന്നിട്ടുണ്ട്. ഞാൻ ഖബറിന്റെ ഉള്ളിൽ ഹയാത്ത് ഉള്ള ആളാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഫഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഏ മെഹബൂബ് ആപ് ഫർമായിയേ, ഖുൽ, ഓ നബിയെ തങ്ങൾ പറയുക, ഇഅ്മലൂ, നിങ്ങൾ അമൽ ചെയ്യുക,
फसयरल्लाहु अमलकुम, आपका अमल അല്ലാഹു തആല ദേഖ് റഹാ ഹൈ, നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനവും അല്ലാഹു തആല വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ ബി ദേഖ് റഹേ ഹൈ, റസൂലുള്ളാഹിയും അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അത് വീക്ഷിക്കുന്നു. അല്ലാഹു തആലയും അവന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്.